പോകുന്നത് കോഴിക്കോട്ടേക്കാണ്. കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകാനായി നന്ദഗോപാലുണ്ട്. നന്ദു, ആദ്യം തന്നെ ചോദിക്കട്ടെ, നന്ദു വോട്ട് ചെയ്തോ? കോഴിക്കോട് കോർപ്പറേഷനിൽ വലിയ തരത്തിലുള്ള ഒരു പോളിംഗ് ആണ് ഈ ഘട്ടത്തിൽ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ നിന്നുള്ള വിവരങ്ങൾ എന്താണ് നന്ദു? അജയ്, ആദ്യ കാര്യം, പലരെയും പോലെ ഇത്തവണ എനിക്കും നാട്ടിൽ വോട്ട് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് വോട്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഏതായാലും വോട്ടിംഗ് കാര്യമായി തന്നെ ഇവിടെ പുരോഗമിക്കുന്നുണ്ട്. നമ്മൾ ഒരു ട്രെൻഡ് പരിശോധിച്ചാൽ സാധാരണയായി കണ്ടുവരുന്നത് പോലെ ഉച്ചയോടുകൂടി പല പോളിംഗ് ബൂത്തുകളിലും ആളുകൾ കുറവാണ് എന്നുള്ളതാണ്. ആളുകൾ ഘട്ടം ഘട്ടമായി വന്ന് വോട്ട് ചെയ്ത് പോകുന്നു എന്നുള്ളത് മാത്രമാണ്. നീണ്ട നിരയൊന്നും എവിടെയും കാണുന്നില്ല. പക്ഷേ കനത്ത പോളിംഗ് തന്നെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഏറ്റവും ഒടുവിലെ കണക്ക് അനുസരിച്ച് 53.76% കോഴിക്കോട് ആകെ രേഖപ്പെടുത്തിയ പോളിംഗ്. അതിൽ തന്നെ കോഴിക്കോട് കോർപ്പറേഷനിൽ 45.74% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതോടൊപ്പം 7 നഗരസഭകളിലും ശക്തമായ പോളിംഗ് തന്നെ രേഖപ്പെടുത്തുന്നുണ്ട്. അതിൽ കണക്കുകൾ വേർതിരിച്ച് പരിശോധിച്ചാൽ കൊയിലാണ്ടിയിൽ 50%, വടകരയിൽ 57, പയ്യോളി 51, രാമനാട്ടുകര 60, ഫറൂഖ് 48, കൊടുവള്ളി 52, മുക്കം 54 എന്നിങ്ങനെയാണ് ശതമാന കണക്ക് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ കണക്ക് കൂട്ടുന്നത് വൈകിട്ടോടുകൂടി വീണ്ടും തിരക്ക് ഉണ്ടാകും എന്നുള്ളതാണ്. രാവിലെ ജോലിക്ക് പോകാനുള്ളവരൊക്കെ നേരത്തെ തന്നെ വന്ന് വോട്ട് ചെയ്തു പോയി. അതോടൊപ്പം തന്നെ രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെയുള്ള പ്രമുഖരും രാവിലെ തന്നെ അവരുടെ വോട്ടൊക്കെ തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഏതാണ്ട് 4 മണിയോടുകൂടി വീണ്ടും പോളിംഗ് ബൂത്തുകളിൽ തിരക്കുണ്ടാകും എന്നുള്ളതാണ് നിലവിലെ കണക്കുകൂട്ടൽ. അതേസമയം ഗ്രാമപ്രദേശങ്ങളിലൊക്കെ കാര്യമായ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളതും നമുക്ക് വിവരമുണ്ട്. അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ കൂടി അവിടെ നിന്നും വരുന്നുണ്ട്. നഗരപ്രദേശങ്ങളിലാണ് ഇങ്ങനെയൊരു തിരക്ക് ഒഴിഞ്ഞ കാഴ്ചയുള്ളത്. ഏതായാലും ഞാനിപ്പോൾ നിൽക്കുന്നത് പെരുമണ്ണ AUP സ്കൂളിലാണ്. ഇവിടെയാണ് ഇപ്പോൾ ഈ ഒരു കാഴ്ചയുള്ളത്. സമാനമായ കാഴ്ചയാണ് മറ്റ് പോളിംഗ് ബൂത്തുകളിലും കാണാൻ സാധിക്കുന്നത്. ആളുകൾ ഘട്ടം ഘട്ടമായി വന്ന് വോട്ട് ചെയ്തു പോവുകയാണ്. കഴിഞ്ഞ തവണ 79% കോഴിക്കോട് ജില്ലയിലെ ആകെ പോളിംഗ് ശതമാനം ഉണ്ടായിരുന്നത്. അതിലേക്ക് തന്നെ എത്തും എന്നുള്ളതാണ് നിലവിൽ എല്ലാവരും വിലയിരുത്തുന്നത്. പക്ഷേ അത് അന്തിമമായി നമുക്ക് പറയാൻ സാധിക്കില്ല. ഇതേ ട്രെൻഡ് ഏതാണ്ട് 4 മണിയോടുകൂടി തുടർന്നാൽ മാത്രമായിരിക്കും ആ ഒരു കണക്കിലേക്ക് എത്തുക എന്നുള്ളതാണ്. പക്ഷേ ആളുകളൊക്കെ വോട്ട് ചെയ്യാൻ എത്തും എന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉള്ളത്. പ്രത്യേകിച്ചും ശക്തമായ പ്രചരണമാണ് കോഴിക്കോട് ഉൾപ്പെടെ വലിയ രീതിയിൽ നടന്നിട്ടുണ്ടായിരുന്നത്. LDFനെ സംബന്ധിച്ച കോർപ്പറേഷൻ നിലനിർത്തുക എന്ന് പറയുന്നത് ആണ്. അതുകൊണ്ട് തന്നെ അവർ അതിനനുസരിച്ചുള്ള പ്രചരണം, അതോടൊപ്പം തന്നെ കോൺഗ്രസ് കോർപ്പറേഷൻ പിടിച്ചെടുക്കാനുള്ള ശ്രമവുമായാണ് പ്രചരണം നടത്തിയത്. അങ്ങനെ ശക്തമായ പ്രചരണം നടന്നിട്ടുണ്ടായിരുന്നു. ഈ പ്രചരണമൊക്കെ ഫലം കണ്ടു എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന ഒരു പോളിംഗ് കണക്ക് വ്യക്തമാക്കുന്നത്. ഇനിയിപ്പോൾ 4 മണിയോടുകൂടിയുള്ള ട്രെൻഡാണ് ഇനി നമുക്ക് പരിശോധിക്കാനുള്ളത്.